അതായത് അറഫ നോമ്പ് സ്വന്തം നാട്ടിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല സൗദിയിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതാണ് ചർച്ചയുടെ മർമ്മം. എനിക്ക് പറയാനുള്ള മറുപടി, നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നതും നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്. കാരണം നോമ്പും പെരുന്നാളും മറ്റെല്ലാ കർമ്മങ്ങൾക്കും നാം ആധാരമാക്കുന്നത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയാണ്. ഏത് കാലത്തുള്ള ആൾക്കും ഏത് സാധാരണക്കാരനും പ്രായോഗികമായ രീതി അതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമാണല്ലോ അറഫ ദിവസം എന്നാണ് മക്കയിൽ, എന്നാണ് ഹജ്ജിൽ തുടങ്ങുന്നത് എന്നെല്ലാം നമ്മൾ അറിയാൻ തുടങ്ങിയത് വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ, മൺമറഞ്ഞു പോയ മുൻഗാമികളൊക്കെ അവരൊക്കെ അറഫ നോമ്പെടുത്തത് നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9-നാണ്. മാസം മാറുക എന്നത് മനസ്സിലാക്കാൻ ഏതൊരു ആദിവാസിക്ക് പോലും സാധിക്കുന്ന കാര്യമാണ്. അത്രയും പ്രായോഗികമായ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഈ പിറവി അനുസരിച്ചാണ് യൗമ അറഫയും യൗമുൻ നഹറും ഒക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് നീങ്ങിപ്പോകും.